ഹായ് ഓൾ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇതേ രാവിലെ തന്നെ നമ്മുടെ നേരെ അടുക്കളയിലേക്ക് കയറിയേക്കണേ കേട്ടോ. നമുക്ക് എന്തായാലും നമ്മുടെ പണി ഇതൊക്കെ തന്നെയാണല്ലോ, രാവിലെ തന്നെ അടുക്കളയിലേക്ക് കയറാം. അപ്പോൾ രാവിലെ ഞാൻ ഇന്ന് മണിപ്പുട്ട് ഉണ്ടാക്കാൻ വെച്ചപ്പോൾ കുറച്ചായി ഞാൻ മണിപ്പുട്ടൊക്കെ ഉണ്ടാക്കിയിട്ട്. അപ്പോൾ ഇന്ന് മണിപ്പുട്ടൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അതിന് ഞാൻ വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചേക്കണം. അപ്പോൾ അതിനകത്ത് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. നമ്മൾ മണിപ്പുട്ട മറ്റേ അരിപ്പത്തിലേക്ക് ഉണ്ടാക്കുമ്പോൾ വെള്ളം വെക്കുമ്പോൾ കുറച്ച് ഓയിലൊക്കെ ഒഴിക്കണം, നല്ലതാണ്. വെളിച്ചെണ്ണ എന്തെങ്കിലും ഒഴിക്കണം നല്ലതാണ്. അപ്പോൾ പൊടി നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ അതിൻ്റെ ഇടയിൽ ആ വെള്ളം തിളക്കുന്ന ഇടയിൽ ഞാൻ വിചാരിച്ച് നാളത്തേക്ക് ഇഡ്ഡലിക്കും കൂടി ഇട്ടേക്കാം. ചിലപ്പോൾ മറന്നു പോകും. അത് തന്നെയാണ് ഞാൻ രാവിലെ തന്നെ ഇങ്ങനെ വേഗം ചെയ്യണത്. ചിലപ്പോൾ രാത്രിയൊക്കെ ഇരിക്കും, അയ്യോ ഇഡ്ഡലിക്ക് ഇടാൻ മറന്നുപോയി, വെള്ളാപ്പത്തിന് ഇടാൻ മറന്നുപോയി എന്നൊക്കെ വിചാരിക്കണം. അപ്പോൾ എന്തായാലും ഓർക്കുമ്പോൾ തന്നെ വേഗം തന്നെ അത് ചെയ്യും. അപ്പോൾ ഞാൻ ഇനി അത് കഴുകിയിട്ടൊക്കെ ഒന്ന് വെള്ളത്തിൽ കുതിർത്താൻ വെക്കണമല്ലോ. അപ്പോൾ ഞാനിങ്ങനെ കപ്പളവിലാണ് എടുക്കണം. അപ്പോൾ ഈ കപ്പളവാകുമ്പോൾ എനിക്ക് കറക്റ്റായിട്ട് നല്ല ഇതായിട്ട് കിട്ടും. കൈ കൊണ്ട് എനിക്ക് അളവ് കിട്ടൂല. അപ്പോൾ ഞാൻ കപ്പിലാണ് ചെയ്യണത്. അപ്പോൾ ഇവിടെ അതിൻ്റെ ഇടയിൽ പൊടിയൊക്കെ എടുത്ത് ഞാൻ ചൂട് വെള്ളം തിളച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഉപ്പൊക്കെ ഇട്ട് പൊടി വാട്ടിയെടുക്കണേ കേട്ടോ. ഇതൊന്ന് കുഴച്ചിട്ടാണ് നമ്മൾ ഇടിയപ്പത്തിൻ്റെ ഊണിൽ ഇടിയപ്പം ഉണ്ടാക്കണത്. ഇടിയപ്പമല്ല കേട്ടോ, മണിപ്പുട്ടാണ്, മാറിപ്പോയി. പൊടി ഇങ്ങനെ ഇതാക്കുമ്പോൾ ഇടിയപ്പത്തിൻ്റെ ഓർമ്മ വരുള്ളൂ. അപ്പോൾ ഇവിടെ മണിപ്പുട്ടിൻ്റെ മറ്റേ നമ്മുടെ ഇത് ഞാൻ ഇടിയൂണി കഴുകിയെടുക്കണം കേട്ടോ. അപ്പോൾ കുറച്ചായാലും ഞാൻ എടുത്തിടാം, നല്ലോണം സോപ്പൊക്കെ ഇട്ട് കഴുകണം. അപ്പോൾ അത് അഴുക്കൊന്നുമില്ല, മാറാമ്പലാണ് അതിൻ്റെ അകത്തിരിക്കണത്. അപ്പോൾ സോപ്പൊക്കെ ഇട്ട് നല്ലോണം കഴുകിയിട്ട് ഞാൻ ഇവിടെ പൊടിയൊക്കെ കുഴച്ചിട്ടിരിക്കണം. അപ്പോൾ എനിക്കിത് ഇഷ്യലാണ് കേട്ടോ വീഡിയോ എടുത്തത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ഉമ്മ എനിക്ക് കുറച്ച് പൊടി തരുമോ? എന്തിനാന്ന് പറയാം അവൾ ചോദിക്കണം, കളിക്കാൻ. ഇടയ്ക്ക് ഇങ്ങനെയാണ് ഞാൻ അരിപ്പത്തിലേക്ക് ഉണ്ടാക്കുമ്പോൾ ഒരു ഉരുള എടുത്തുണ്ടാവും, കളിക്കാനാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എടുത്തുണ്ടാവും. അപ്പോൾ ഞാൻ ഇവിടെ ഇങ്ങനെ പീച്ചറാണ്. അപ്പോൾ അവളിങ്ങനെ ഉമ്മി കാണിച്ചാ എങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞ് കാണിച്ചാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയണായിരുന്നു. അപ്പോൾ അതാണ്ട് ഞാൻ ആ പാത്രം എടുത്ത് ഫസ്റ്റ് തന്നെ ഞാൻ അതിൻ്റെ അകത്ത് കുറച്ച് പൊടിയൊക്കെ ഇങ്ങനെ ഇട്ട് വെക്കും കേട്ടോ. കാരണം നമ്മൾ ആദ്യം പീച്ചണത് അവിടെ പാത്രത്തിൽ പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ കുറച്ച് പൊടി എടുക്കും. പിന്നെ ഞാൻ കാല് വെച്ചിട്ട്, ഇത് സാധാരണ 2 പേരാണ് ഇത് വെച്ച് ചെയ്യണത്. ഒരാൾ ഇങ്ങനെ കാല് വെച്ചിട്ട് ഇങ്ങനെ കൈ വെച്ച് പീച്ചും, ഒരാൾ ഇങ്ങനെ കൈ വെച്ചിട്ട് ഇങ്ങനെ പാത്രം ഇങ്ങനെ കറക്കി കൊടുക്കണം. ഇതിപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് കേട്ടോ രണ്ടും ചെയ്യണത്. ഇങ്ങനെ സൂം ചെയ്ത് ആൾ എടുക്കണേണ്. അപ്പോൾ ആളിങ്ങനെ വരണതൊക്കെ ഇങ്ങനെ വീഡിയോ പിടിച്ച് തന്നെയായിരുന്നു എനിക്ക്. അപ്പോൾ എൻ്റെ കാലാണ് ഞാൻ അവിടെ പിടിച്ച് വെച്ചേക്കണത്. അപ്പോൾ അവിടെ കാല് വെച്ചിട്ട് അങ്ങനെ വെച്ചില്ലെങ്കിൽ ഇങ്ങനെ ഇടിയൂണി കിടന്ന് ഇളകും. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം ഇത് 2 പേര് ചെയ്യണത് ഞാൻ ഒറ്റക്കാണ് ചെയ്യണത്. അപ്പോൾ അതാണ് എൻ്റെ കാല് വെച്ചിട്ട് ഞാനിങ്ങനെ ഇറുക്കി പിടിച്ചേക്കണത്. അപ്പോൾ നല്ല രീതിയിൽ ഇങ്ങനെ മണിപ്പുട്ടൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പീച്ചും തോറും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ പൊടികളൊക്കെ ഞാൻ ഇട്ട് കൊടുക്കണതാണ്. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൊടി ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ നമ്മുടെ ആ പൊടി ഇങ്ങനെ കട്ട പിടിച്ചിരിക്കും. അപ്പോൾ അത് ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിൽ കുറച്ച് പൊടിയും കൂടെ ഞാൻ ഇട്ട് കൊടുക്കും കേട്ടോ. പിന്നെ അത് പീച്ചിക്കഴിഞ്ഞ് ഇതിന് തുറക്കാനാണ് നമുക്ക് പാട്. ഭയങ്കര അങ്ങനെ വെച്ചാൽ മുറുകി അങ്ങോട്ട് ഇരിക്കും. അപ്പോൾ ഞാനത് മുറുകി എന്നിട്ട് പതുക്കെ ഇങ്ങനെ കൈ വെച്ചിട്ട് ഇങ്ങനെ എടുക്കണേണ്. അപ്പോൾ ഞാൻ കുറച്ച് ഇവിടെ ആദ്യം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് നമുക്കൊന്ന് പുട്ടാണേൽ ഇട്ടിട്ട് ഒന്ന് ആവിയായിട്ട് എടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഞാൻ പുട്ടുകുടത്തിലാണ് കേട്ടോ. പുട്ടാണ് നമ്മുടെ മുളൻ്റെ കണയില്ലേ, അതാണ് ഞാൻ വെച്ചേക്കണത്. അപ്പം നേരിയതാണ് കേട്ടോ, എനിക്ക് നേരിയ കാണാനായിട്ട് ഇഷ്ടം. ഉമ്മച്ചി ചിലപ്പോൾ വലുത് എടുക്കും. അപ്പോൾ ഞാൻ പറയും വലുത് വേണ്ട, നേരിയത് മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അതിങ്ങനെ ഉണ്ട് വിടിയിപ്പിച്ച് നമ്മൾ എടുക്കണം. പൊടി ഇട്ട് കൊടുത്തില്ലെങ്കിൽ ഇതാണ് പാട്, കട്ട കുത്തിയിരിക്കും. അതാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൊടി ഇട്ട് കൊടുക്കണത്. അപ്പോൾ അതിങ്ങനെ വിടിയിപ്പിച്ചിട്ട് വേണം പുട്ടാണയിലേക്ക് ഇടാൻ. അപ്പോൾ ഞാൻ പുട്ടാണയിലേക്ക് ഇട്ട് കൊടുത്ത് ഇപ്പോൾ മുകളിലിരിക്കണുണ്ട്. ഇനി ആവി ചെല്ലുന്തോറും പുട്ട് നമ്മൾ ഇങ്ങനെ അടിയിലേക്ക് ഇങ്ങനെ പോവും. അപ്പോൾ അതിൻ്റെ അർത്ഥം അതിൻ്റെ പുട്ടായി എന്നാണ്. അപ്പോൾ തന്നെ നമുക്ക് എടുക്കാം, പുട്ടാണയിൽ നിന്ന് എടുക്കാം മണിപ്പുട്ട്. അപ്പോൾ കണ്ടില്ല, എൻ്റെ ആവി വന്ന് അത് താന്ന് പോയി കണ്ട. ആവിയൊക്കെ നല്ലോണം വന്നിട്ടിന് അപ്പോൾ തന്നെ നമുക്ക് എടുക്കാം. ഇതിൻ്റെ ആവി വരുമ്പോൾ തന്നെ ഇത് ഒരുപാട് നേരം വെക്കണ്ട നമുക്ക് മണിപ്പുട്ട്. ഇങ്ങനെ ആവി വരണണ്ട. ഇങ്ങനെ ആവി വരുമ്പോൾ തന്നെ നമ്മുടെ പുട്ട് അവിടെ റെഡി ആകണ്ട, വേഗം തന്നെ നല്ലൊരു സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടും നമ്മുടെ മണിപ്പുട്ട്. അപ്പോൾ ആദ്യത്തേത് കിട്ടി. ഇനിയിപ്പോൾ രണ്ടാമത്തേത് ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോണേണ്. അപ്പോൾ ഇതിന് നമ്മളതിൽ കുറച്ച് ഇറച്ചിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഇറച്ചിക്കറി ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു, വരട്ടിയ പോലെ വെച്ച്. അപ്പോൾ കുറച്ചേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് മോൾ എന്നിട്ട് പറഞ്ഞത് എനിക്കൊന്ന് സ്കൂളിലേക്ക് ചോറ് വേണം, ഉമ്മി ചോറ് കൊണ്ടുപോകണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എന്തായാലും ഈ സാമ്പാർ പോലെ വെക്കാൻ വിചാരിച്ച്. അപ്പോൾ സാമ്പാർ വെക്കുമ്പോൾ ഉച്ചക്കത്തേക്കും കൂടെ കറിയാവും അതെന്ന് വിചാരിച്ചിട്ട് സാമ്പാർ വെക്കാൻ വെച്ചാൽ. അപ്പോൾ സാമ്പാറിൻ്റെ എല്ലാം ഉണ്ട്. അപ്പോൾ ഒന്ന് ഇത്തിരി സാമ്പാറും വെക്കാം. പിന്നെ കൂർക്കയുണ്ട്, അതൊന്ന് അവൾക്ക് മുളകിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ സാമ്പാർ വെക്കാൻ വേണ്ടിയിട്ട് പരിപ്പിടണം കേട്ടോ. സാധാരണ കൊണ്ടുപോകാറില്ല അവൾ സ്കൂളിലേക്ക്. സ്കൂളിൽ നിന്ന് തന്നെ കിട്ടുള്ളൂ. ഇപ്പോൾ അവൾ പറയുന്നുണ്ട് സ്കൂളിൽ നിന്ന് എനിക്ക് വേണ്ട, എനിക്ക് ഇവിടുന്ന് കൊണ്ടുപോയാൽ മതി എന്നൊക്കെ ഇടയ്ക്ക് പറയൂ കേട്ടോ. അപ്പം ഞാൻ തലേന്ന് തന്നെ അവൾക്ക് ചോദിക്കും
എന്താണ് കറി വേണ്ടത്, സ്കൂളിലേക്ക് എന്താണ് കറി വേണ്ടതെന്ന്. അപ്പോൾ അവൾ പറയും. പക്ഷേ ഇതിപ്പോൾ പെട്ടെന്ന് അവളിങ്ങനെ പറഞ്ഞുകൊണ്ട് സാമ്പാറാണ് കേട്ടോ ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ സാമ്പാർ ഇനി കൂർക്ക കണ്ട സ്ഥിതിക്ക് ഇനി സാമ്പാർ കൊണ്ടുപോകാൻ എനിക്കറിയില്ല കേട്ടോ. കാരണം കൂർക്ക അത്രയ്ക്ക് ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ്. എനിക്കും അതെ കേട്ടോ, കൂർക്ക ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ സാമ്പാറിൽ പരിപ്പും വെച്ച് സവാളയും പച്ചമുളകും ഇത്തിരി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് അത് വേവിക്കാൻ വേണ്ടി വെക്കണം കേട്ടോ. അപ്പോൾ അത് തക്കാളിയും വെണ്ടയ്ക്കയും എല്ലാം ഉണ്ടായി. അപ്പോൾ അതുകൊണ്ട് ഒരു സാമ്പാറൊക്കെ വെച്ച്, അപ്പോൾ അതിൻ്റെ ഇടയിൽ കുടിക്കണ വെള്ളം തീർന്നു പോയി. അപ്പോൾ കുടിക്കാൻ എടുക്കണേന് അപ്പോൾ ഇത് അടുക്കളയിൽ തന്നെയാണ് കേട്ടോ കുടിവെള്ളത്തിൻ്റെ പൈപ്പ് വെച്ചേക്കുന്നത്. അതാണ് നമുക്ക് പുറത്തൊക്കെ വെച്ചിട്ടുണ്ടെങ്കിലേ ബുദ്ധിമുട്ടല്ലേ ഇങ്ങനെ കുടം ചുമന്നിട്ടൊക്കെ വരണം. അതുകൊണ്ട് അടുക്കളയിൽ തന്നെ ഒരു പൈപ്പ് വെച്ച്, അതിപ്പോൾ നമുക്ക് പെട്ടെന്ന് തീരുമ്പോൾ വേഗം എടുക്കാമല്ലോ വെള്ളമൊക്കെ. ആ ഒരു അവിടെ തന്നെയാണ് നമ്മൾ വെച്ചേക്കണത്. പിന്നെ ഞാൻ അത് പാത്രം നീക്കി വെക്കണേണ്. അതുകൊണ്ട് അടുത്ത് തന്നെ ആയതുകൊണ്ട് ഇങ്ങനെ പൊക്കി വലിച്ചൊന്നും കൊണ്ടുപോകണ്ട. ഏറ്റവും വലുതാണ് നമ്മൾ വെള്ളമൊക്കെ എടുത്തതിന് പൊക്കി വലിച്ച്. ഒന്നാമത് ടൈലൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് വെള്ളമൊക്കെ നിലത്ത് വീണിട്ടുണ്ടെങ്കിൽ തെന്നി പോകാൻ ഭയങ്കര സാധ്യത ഉണ്ടാവും. അതുകൊണ്ട് അകത്ത് തന്നെയാണ് നമ്മൾ പൈപ്പ് വെച്ചേക്കണത്. അപ്പോൾ അത് ഇനി ചോറിനുള്ള അരി ഇടണേണ് കേട്ടോ. അപ്പോൾ സാമ്പാർ അവിടെ ആവണുണ്ട്. ഇനിയിപ്പോൾ അത് അരി കഴുകി ഇനി അരിയും കൂടെ ഒന്ന് കുക്കറിൽ വിടണം. അപ്പോൾ കൂർക്കയും കൂടെ ഒന്ന് നന്നാക്കി എടുക്കണം. അപ്പോൾ ഞാൻ കൂർക്ക സാധാരണ ഞാനിങ്ങനെ ഒരു തുണി ഇട്ടിട്ട് അതിൻ്റെ അകത്ത് കൂർക്ക ഇട്ടിട്ട് ഇങ്ങനെ നിലത്തിട്ട് അടിക്കാറാണ്. അപ്പോൾ ഇങ്ങനെ അതിൻ്റെ അഴുക്കൊക്കെ പോയി കിട്ടും. അപ്പോൾ ഞാൻ വിചാരിച്ചേ ഇങ്ങനെ കഴുകിയിട്ട് എടുക്കാൻ വിചാരിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചെന്ന് കഴുകിയിട്ട് എടുത്താലും കയ്യിൽ കറയാവില്ല എന്ന് വിചാരിച്ചു. പക്ഷേ എങ്ങനെയൊക്കെ ചെയ്താലും കൂർക്കൊക്കെ കയ്യിൽ കറയാവും. പിന്നെ നല്ലപോലെ കഴുകി ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി അത് നന്നാക്കി എടുക്കണം. എന്തൊക്കെ ചെയ്താലും അഴുക്ക് പിടിച്ച പോലെ ആയിരിക്കും. ഇപ്പോൾ ഇത് നമ്മൾ വല്ല പുറത്തൊക്കെ എവിടെയെങ്കിലും പോയാലും അത് ഇടങ്ങേറായിരിക്കും. എല്ലാവരും കയ്യിലേക്ക് നോക്കും, എന്താണെങ്കിലും അഴുക്ക് പിടിച്ച പോലെയാണ്. അപ്പോൾ ഞാൻ ഒന്ന് കഴുകിയൊക്കെ ഒന്ന് എടുക്കണേണ്, അരിഞ്ഞെടുക്കണേണ്. ഇനിയിപ്പോൾ അതൊന്ന് മുളകിടണം. അപ്പോൾ ഫ്രിഡ്ജിൽ നോക്കിയപ്പോൾ കുറച്ച് ചെമ്മീൻ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇത്തിരി ചെമ്മീൻ ഇട്ടിട്ട് വെക്കുകയും ചെയ്യാം. ചെമ്മീൻ 2 എടുത്ത് പൊരിച്ച് കൊടുക്കുകയും ചെയ്യാൻ വിചാരിച്ച്. പിന്നെ ഈ സാമ്പാർ കൊണ്ടുപോകാൻ എനിക്കറിയില്ല ഇശൽ കൊണ്ടുപോകുമെന്ന്, കൂർക്ക കണ്ട സ്ഥിതിക്ക്. അപ്പോൾ കൂർക്കയൊക്കെ അരിഞ്ഞേനെ അപ്പോൾ കുറച്ചുണ്ടായുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി അരിഞ്ഞേന് ഇനിയിപ്പോൾ ഞാൻ അതൊന്ന് വേവിക്കണുണ്ട്. അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് ഞാൻ ചെമ്മീൻ കണ്ടില്ല, ചെമ്മീൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. വലിയ ചെമ്മീൻ ആയതുകൊണ്ട് ഇങ്ങനെ ചെറുതാക്കി മുറിച്ചിട്ടാണ് ഞാൻ ഇട്ടേക്കണത്. അപ്പോൾ ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പിട്ടിട്ടൊന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ സാമ്പാറിൻ്റെ കഷ്ണത്തിന് അരിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊന്നും അധികം വേണ്ട കേട്ടോ. ഇപ്പോൾ എനിക്കായാലും ഇശലിനായാലും ഉരുളക്കിഴങ്ങ് കിട്ടിയാൽ മതി, സാമ്പാറിൽ ഉരുളക്കിഴങ്ങ് കിട്ടിയാൽ മതി. അപ്പോൾ ഉരുളക്കിഴങ്ങും വെണ്ടക്കയും മാത്രം വെച്ചിട്ട് നമ്മളെപ്പോഴും സാമ്പാർ ഉണ്ടാക്കുള്ളൂ. നമ്മൾ വേറെ പച്ചക്കറി ഒന്നും ഇടാറില്ല. പിന്നെ ഇങ്ങനെ ഒരു ക്യാരറ്റ് ഇരിപ്പുണ്ടോണ്ട് അത് ഞാൻ ഇടണേണ്. വേറെ ഒന്നും ഇട്ടാലും വേറെ ഒന്നും തിന്നൂല. ആ ഉരുളക്കിഴങ്ങും ആ വെണ്ടക്കയും മാത്രം തിന്നും. അപ്പോൾ ഇത് സാമ്പാറിൻ്റെ പരിപ്പൊക്കെ വെന്തിട്ടുണ്ട്. അപ്പോൾ സാമ്പാറിൻ്റെ പരിപ്പൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ കഷ്ണങ്ങളിട്ട് പിന്നെ തക്കാളിയൊക്കെ ഇട്ടിട്ട് ഇനി അതും കൂടെ ഒന്ന് വേവിച്ചെടുക്കണം. പിന്നെ മസാലയൊക്കെ അവിടെ ഞാൻ റെഡിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. വെണ്ടയ്ക്കൊക്കെ വയറ്റി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് വെന്തിട്ട് അതിലേക്ക് കൊട്ടാന്ന് വിചാരിച്ച്. അപ്പോൾ സാമ്പാർ പൊടിയാണ് ഞാൻ ഇടണത്. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ സാമ്പാർ പൊടി, നല്ലൊരു ടേസ്റ്റാണ്. നമ്മളിവിടെ പാലസ് റോട്ടിൽ നിന്നാണ് മേടിക്കുന്നത്. അമ്മൂൻ്റെ പാർപ്പിടം എന്ന് പറയും, അവിടുത്തെ ഷോപ്പിൽ പോയിട്ടാണ് മേടിക്കുന്നത്. നല്ലൊരു ടേസ്റ്റാണ് സാമ്പാർ പൊടിക്ക്. അപ്പോൾ ഞാൻ ഈ സാധനങ്ങൾ മേടിക്കാൻ പോകുമ്പോൾ അവിടുത്തെ വീഡിയോ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ സാമ്പാർ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ചെമ്മീൻ കുറച്ചിരിപ്പുണ്ടായിരുന്നു, കൂർക്കയിലിട്ട് ബാക്കിയുള്ളത് ഞാനിത് പൊരിക്കാൻ വേണ്ടിയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് പോണേണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇനി സാമ്പാർ വേണ്ടാന്ന് പറയാം. അപ്പോൾ അവളിതേ സാമ്പാർ തന്നെ വേണ്ടാന്ന് പറഞ്ഞ് കൂർക്ക മതി എന്ന് പറഞ്ഞ് ഇനിയിപ്പോൾ കൂർക്കയും ചെമ്മീൻ പൊരിച്ചതാണ് അപ്പോൾ അവൾ കൊണ്ടുപോകണത്. അപ്പോൾ ഇപ്പുറത്ത് ഞാൻ വെളിച്ചെണ്ണ വെച്ചേക്കണത് കൂർക്ക മുളകിടാനാണ് കേട്ടോ. അപ്പോൾ കൂർക്ക മുളകിട്ടിട്ട് ഇനി അതും ഇടണം. അപ്പോൾ ചെമ്മീൻ പൊരിക്കാൻ വേണ്ടിയിട്ട് വെച്ചേക്കണം. അപ്പോൾ നമ്മൾ എന്ത് പൊരിക്കാനിട്ടാലും ചെമ്മീനായാലും ചിക്കനായാലും മീനൊക്കെ പൊരിക്കാനിട്ടാലും ആദ്യം തന്നെ നമ്മൾ വേപ്പിലിടണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ അടിയിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കൂല. അപ്പോൾ ഒട്ടിപ്പിടിച്ച് കഴിഞ്ഞാലേ നമുക്കൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. ഇപ്പോൾ ആദ്യം തന്നെ നമ്മൾ വേപ്പിലിട്ട് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും നമുക്ക് നമ്മുടെ ആ ചെമ്മീനായാലും മീനിലൊക്കെ കിട്ടണത്. ഇവിടെ എൻ്റെ ചെമ്മീൻ അവനുണ്ട്. കൂർക്കൊക്കെ മുളകിടാൻ വേണ്ടിയിട്ട് കൂർക്കയും നല്ലോണം വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ വെള്ളത്തേപ്പാടിയത്താണ് കേട്ടോ ഒഴിച്ചത്. കാരണം വെള്ളം മാറ്റിയിട്ടല്ല, ഞാൻ പറഞ്ഞല്ലോ വെള്ളത്തേപ്പാടി നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വെള്ളം ഇങ്ങനെ വറ്റി വരണം. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. എന്ത് കൂർക്കൊക്കെ ആയാലും ഇപ്പോൾ ഉരുളക്കിഴങ്ങ് ചെയ്താലും അങ്ങനെ തന്നെ ചെയ്താലും നല്ലൊരു ടേസ്റ്റാണ്. നമ്മൾ ആ വെള്ളം ഊറ്റിയെടുത്തിട്ട് അതിൻ്റെ ഉരുളക്കിഴങ്ങ് കൂർക്ക മാത്രം എടുത്തിട്ട് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. ആ വെള്ളത്തേപ്പാടിയും കൂടെ ഒഴിക്കുമ്പോൾ അതീ കിടന്നിങ്ങനെ വറ്റുമ്പില്ലേ നല്ലൊരു ടേസ്റ്റാണ് നമുക്ക് കിട്ടണം. അപ്പോൾ ഇവിടെ ചോറും കൂർക്കയും ഞാൻ പറയില്ല സാമ്പാർ ഇനി വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കൂർക്കയാണ് കൊണ്ടുപോകണത്. അപ്പോൾ കൂർക്കയും ചെമ്മീനും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അവൾക്ക് അതൊരു സന്തോഷമായി, വിഷലിന് സന്തോഷം. ഇതൊക്കെ കണ്ട വിഷലിന് ഭയങ്കര സന്തോഷമായി.
അപ്പോൾ ആളിതേ പോകാൻ വേണ്ടിയിട്ട് റെഡി ആവണേണ് കേട്ടോ. അപ്പോൾ ഇവിടെ ദേ കുളിച്ച് ഒരുങ്ങി റെഡി ആവണേണ്. അപ്പോൾ കൂട്ടുകാർക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു ടൈം ടേബിൾ അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതേ ടൈം ടേബിളൊക്കെ നോക്കണേണ്. അപ്പോൾ ആദ്യമായിട്ടൊക്കെ എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കണം. അപ്പോൾ എല്ലാവരും കമൻറ്റ്സ് അയക്കണം, ലൈക്കും ചെയ്യണം. ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ലൈക്കും ചെയ്യണം, ഷെയറും ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബൈ ബൈ.